എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ബൈബിളുകളെ കുറിച്ചാണല്ലോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ യഹൂദന്മാരുടെ ബൈബിളായ തനക്കിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനകത്ത് 24 പുസ്തകങ്ങളാണ് ഉള്ളത് എന്നൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതാണ്. ആ തനക്ക് എഴുതപ്പെട്ടിരിക്കുന്നത് ഹീബ്രുവിലാണ് എന്നുള്ളത് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഇനി ആ തനക്ക്, അതായത് യഹൂദന്മാരുടെ ബൈബിൾ മാറ്റിവെച്ചാൽ ലോകത്തിൽ മെയിനായിട്ടും അറിയപ്പെടുന്നത് 3 ടൈപ്പ് ബൈബിളുകളാണ് ഉള്ളത്. അത് 1 ഓർത്തഡോക്സ് ബൈബിള്, 2 കത്തോലിക് ബൈബിള്, 3 നമ്മുടെ പ്രൊട്ടസ്റ്റന്റ് ബൈബിൾ. ഇങ്ങനെ 3 ടൈപ്പ് ബൈബിളുകളാണ് ലോകത്തിൽ കൂടുതൽ പ്രചാരത്തിലുള്ളത്. ഇനി അതല്ലാതെ വേറെ ടൈപ്പ് ബൈബിളുകളൊക്കെ ഉണ്ട്. അതൊന്നും ആരും അത്ര അംഗീകരിച്ചിരിക്കുന്നതല്ല. അതുകൊണ്ട് അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം ഈ ബൈബിളിൻ്റെ മൂലഭാഷ എന്ന് പറയുന്നത്, ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത് ഹീബ്രുവില്, ഗ്രീക്കില്, അരാമിക്, ഇതിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഈ 3 ഭാഷകളിലാണ് ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് ഈ പുതിയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നത് ഗ്രീക്കിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ഭാഷയിൽ നിന്നാണ് ബൈബിൾ എങ്ങോട്ട് പല ലാംഗ്വേജസിലോട്ട് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പോയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ഓക്കെ, ഒരുപാട് ബൈബിളുകളും ഒരുപാട് പതിപ്പുകളും നമ്മൾക്ക് അവൈലബിൾ ആണ്. അതിനൊന്നും കൗണ്ടില്ല, അതിനകത്ത് കൗണ്ടൊന്നും നമ്മൾക്ക് ലഭ്യമല്ല. എന്ന് വെച്ചാൽ 1 കോടിയിലധികം ബൈബിളുകളുണ്ട്. അതിനകത്ത് 4000-ലധികം ഭാഷയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ്, അതുകൂടാതെ ഇംഗ്ലീഷിൽ തന്നെ 900-ലധികം, അതായത് 900-ലധികം ബൈബിളുകളുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. അതൊക്കെ ഒരു ഏകദേശ കണക്കുകളാണ്, ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കണക്കുകളല്ല. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ പ്രൊട്ടസ്റ്റന്റുകാരുടെ ബൈബിൾ എന്ന് പറയുന്നത് 66 പുസ്തകങ്ങളാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് 39 പഴയ നിയമം, 39 പുതിയ നിയമത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ 27 പുസ്തകങ്ങളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 66 പുസ്തകങ്ങളാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി കത്തോലിക് ബൈബിളിലോട്ട് വന്നു കഴിയുമ്പോൾ അത് 73 പുസ്തകങ്ങളാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒന്ന് പഴയ നിയമത്തിൽ 46-ഉം പുതിയ നിയമത്തിൽ 27-ഉമാണ് പുസ്തകങ്ങളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി ഓർത്തഡോക്സ് ബൈബിളിലോട്ട് വന്നു കഴിയുമ്പോൾ അത് 76 പുസ്തകങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് 49 പഴയ നിയമവും പുതിയ നിയമം 27-ഉമാണ് അതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 3 ടൈപ്പ് ബൈബിൾ എടുത്താലും അതിനകത്ത് പുതിയ നിയമം സെയിം ആണ്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണ് 3 ഗ്രൂപ്പുകാർക്കും ഉള്ളത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഇനി നമ്മൾക്കറിയാം ഈ ലോകത്തിൽ കൂടുതൽ പ്രചാരത്തിൽ, അതായത് കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് എന്ന് പറയപ്പെടുന്ന കുറച്ച് ബൈബിളുകളുണ്ട്. കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുകയും കൂടുതൽ അക്യുറേറ്റ് ആണ് എന്ന് പറയപ്പെടുന്നതുമായ ബൈബിളുകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾക്കൊന്ന് ചർച്ച ചെയ്യുവാനായിട്ട് പോവുകയാണ്. ഓക്കെ, അതിൽ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളാണ്, അതായത് NASB. അതാണ് ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടെന്ന് പറയപ്പെടുകയും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുകയും ചെയ്യുന്ന ബൈബിൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതിനകത്ത് 66 പുസ്തകങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ, അതായത് ESV എന്ന് പറയുന്നതാണ്. അതിനകത്തും 66 പുസ്തകങ്ങൾ തന്നെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്തത്, ഇതിൻ്റെയൊക്കെ ലാംഗ്വേജസുകളിലാണ് വ്യത്യാസമുള്ളത്, എന്ന് വെച്ചാൽ ഭാഷകളിലാണ് വ്യത്യാസമുള്ളത് കേട്ടോ. ഇനി കിങ് ജെയിംസ് വേർഷൻ, അതിനകത്തും 66 പുസ്തകങ്ങൾ തന്നെയാണ്. ഇനി അതിൻ്റെ തന്നെ ന്യൂ കിങ് ജെയിംസ് വേർഷൻ, അതിനകത്തും 66 പുസ്തകങ്ങളാണ് ഉള്ളത്. ഇനി NLT ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ, അതിനകത്തും 66 ബുക്കുകൾ തന്നെയാണ്. NIV ന്യൂ ഇന്റർനാഷണൽ വേർഷൻ, അതിനകത്തും 66 ബുക്കുകളാണ്. ഇതിൽ ഈ NIV ആണ് കുറച്ചുകൂടെ നമ്മൾക്ക് ഈസി ആയിട്ട് നമ്മൾക്ക് പഠിക്കുവാൻ പറ്റും, എന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമ്മൾക്ക് ലാംഗ്വേജ് മനസ്സിലാകുന്നത്. ഈ കിങ് ജെയിംസ് വേർഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ടഫാണ്. എന്ന് വെച്ചാൽ ഈ കിങ് ജെയിംസ് വേർഷൻ ഒരു പ്രത്യേകതയുണ്ട്, അതാണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് എന്ന് ഭൂരിപക്ഷം ആൾക്കാരും അംഗീകരിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളും ഇത്രയും ബൈബിളുകൾ ആക്യുറേറ്റ് ആണ് എന്നാണ് പറയുന്നത്. അതായത് NASB, ESV, KJV, NKJV, NLT, NIV, ഇതൊക്കെ എന്താണ് 1, 2, 3, 4, 5, 6 ഈ 6 വേർഷൻസും ആക്യുറേറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഭാഷാ ശൈലി കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിനകത്ത് കിങ് ജെയിംസ് വേർഷൻ കുറച്ചും കൂടി ടഫാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അതിനുള്ളൊരു കാരണവും കൂടിയുണ്ട്. ഈ കിങ് ജെയിംസ് വേർഷൻ എന്ന് പറയുന്നത് 1611-ലാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അത് 47 പണ്ഡിതന്മാർ ഒന്നിച്ചിരുന്നാണ്, 47 പണ്ഡിതന്മാരാണ് ഇംഗ്ലീഷിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് കുറച്ചും കൂടെ ആധികാരികതയുണ്ട്. പഴയ ഇംഗ്ലീഷ്, അതായത് കുറച്ചും കൂടെ കട്ടിയുള്ള ഇംഗ്ലീഷാണെന്ന് പറയപ്പെടുന്നു. ഓക്കെ, ഇനി NIV, അതായത് ന്യൂ ഇന്റർനാഷണൽ വേർഷനാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് ലാംഗ്വേജ് നമ്മൾക്ക് മനസ്സിലാകുന്നതെന്നും പറയപ്പെടുന്നു. അപ്പോൾ
ഇതൊക്കെ എന്തൊക്കെയാണെങ്കിലും ഓരോരുത്തർക്കും ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് നമ്മൾ വേർഷൻസ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾക്ക് എന്താണ് നമ്മളുടെ ഇന്ത്യയിലോട്ട് വരാം. ഇന്ത്യയിലോട്ട് വന്നു കഴിയുമ്പോൾ ഇതുപോലെ തന്നെയാണ് സത്യവേദ പുസ്തകം എന്ന് പറയുന്ന നമ്മുടെ ഹോളി ബൈബിൾ. ഓക്കെ, ഇനി POC ബൈബിൾ എന്നറിയപ്പെടുന്ന കത്തോലിക്ക ബൈബിൾ, ഇനി ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ എന്നറിയപ്പെടുന്ന ഓർത്തഡോക്സുകാരുടെ ബൈബിൾ. ഇങ്ങനെ 3 ടൈപ്പ് ബൈബിളുകളാണ് മെയിനായിട്ടും നമ്മൾ ഏകദേശമൊക്കെ അംഗീകരിച്ചിരിക്കുന്ന ബൈബിളുകളായിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, അതിൽ സത്യവേദ പുസ്തകം എന്ന് പറയുന്നത് നമ്മളുടെ കിങ് ജെയിംസ് വേർഷൻ്റെ ഒക്കെ എന്താ പറയുക മലയാളം പരിഭാഷയാണെന്നാണ് പറയപ്പെടുന്നത്. അതിനകത്ത് 66 പുസ്തകങ്ങളാണ്. ഇനി കത്തോലിക്ക ബൈബിൾ എന്ന് പറയുന്നത് അതിനകത്ത് മെയിനായിട്ട് പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ സെൻറ്റർ അവരാണ് അതിൻ്റെ പബ്ലിഷ് നടത്തിയിരിക്കുന്നത്. ഇനി അതിനകത്ത് മലയാളത്തിൽ ലഭിക്കുന്നത് കേരള കത്തോലിക് ബിഷപ്പ് കൗൺസിൽ KCBC ആണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ നടത്തിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഓർത്തഡോക്സ് ബൈബിൾ അത് ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളാണ്. ഓക്കെ, അതിനെക്കുറിച്ച് എനിക്ക് വലിയ ആധികാരികമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല. ഓക്കെ, അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ഏകദേശം ഒന്ന് മനസ്സിലായി എന്നും ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ഞാൻ പറയുവാൻ പോകുന്നത് നമ്മളുടെ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താണ് 27 എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. 27 പുസ്തകങ്ങളാണ്, ഓർഡർ തെറ്റാതെ അതുപോലെ തന്നെ എഴുതപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. ഇനി പഴയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ 39 പുസ്തകം പ്രൊട്ടസ്റ്റന്റുകാർക്കുണ്ട് എന്ന് പറഞ്ഞു. അതേ 39 എണ്ണം ഏതിനകത്തുമുണ്ട്, കത്തോലിക്ക ബൈബിളിനകത്തും ഉൾപ്പെട്ടിട്ടുണ്ട്. അവർക്ക് കുറച്ച് 2-3-4 ചാപ്റ്ററും കൂടെ മക്കബേയർ അങ്ങനെ കുറച്ചൊക്കെ അതിനകത്ത് 1 മക്കബേയർ 2 മക്കബേയർ അതൊക്കെ ഞാൻ ഇന്നലെ സംസാരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഇപ്പുറത്തോട്ട് ഓർത്തഡോക്സിൻ്റെ വരുമ്പോഴും അതുപോലെ തന്നെ ഈ 39 അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് അധികം പുസ്തകങ്ങളും കൂടി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ 39 പുസ്തകങ്ങൾ എല്ലാ ബൈബിളിനകത്തും അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ 27 പുതിയ ടെസ്റ്റ്മെൻറ്റും ന്യൂ ടെസ്റ്റ്മെൻറ്റും എന്താണ് എല്ലാ ബൈബിളിനകത്തും അവൈലബിൾ ആണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ വിവിധ തരം ബൈബിളുകളെക്കുറിച്ച് ഏകദേശം ഞാൻ എൻ്റെ കൊച്ചറിവിൽ നിന്നൊന്ന് സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ബൈബിളിൻ്റെ ഒരു ബൈബിളിനെ കുറിച്ച് നമ്മൾക്ക് സംസാരിക്കാൻ ആമുഖമായിട്ട് പറയുവാനുള്ളത്. ഇനി നാളെ തൊട്ട് നമ്മൾ ഡീപ്പ് ബൈബിൾ സ്റ്റഡിയിലോട്ട് കിടക്കുകയാണ്. ബൈബിൾ സ്റ്റഡി അല്ല, ബൈബിളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അതിലൂടെ ദൈവം നമ്മൾക്ക് വേണ്ടുന്ന ആലോചനകളും എല്ലാം ദൈവം നമ്മൾക്ക് പറഞ്ഞു തരട്ടെ. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.